കേരള തീരത്ത് അറബിക്കടലിൽ കപ്പലിൽ നിന്ന് കാർഗോ കടലിൽ വീണു. അപകടകരമായ വസ്തുവെന്ന് കോസ്റ്റ് ഗാർഡ് ഇപ്പോൾ അറിയിക്കുന്നു. തീരദേശത്തെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. ഷഫീദ് റാവുത്തർ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, ഇപ്പോൾ ഈ കൊച്ചിയിൽ നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ കപ്പൽ ചരിഞ്ഞതായും കപ്പലിൽ നിന്ന് കുറച്ച് കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണതായി വിവരം ലഭിച്ചു എന്നിങ്ങനെയുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അറിയിപ്പ് അത് എസ് ശ്യാംകുമാർ കൂടി കൊച്ചിയിൽ നിന്ന് തരുന്നുണ്ട്. അത് തന്നെയാണോ ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം, ഷഫീദ്? ഉന്മേഷ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വളരെ അടിയന്തര പ്രാധാന്യമുള്ള ഒരു അറിയിപ്പായി ഈ വിവരം പുറത്തു വരുന്നുണ്ട്. അതായത് കേരള തീരത്ത് അറബിക്കടലിൽ ഒരു കാർഗോ വസ്തുക്കൾ കപ്പലിൽ നിന്ന് കടലിലേക്ക് വീണ് അത് കടലിൽ കാണപ്പെട്ടു എന്നുള്ളതാണ് കോസ്റ്റ് ഗാർഡ് ദുരന്ത നിവാരണ അതോറിറ്റിയെ അറിയിച്ചിരിക്കുന്ന വിവരം. മാത്രമല്ല, ചില ഡേഞ്ചറസ് ഗുഡ്സ് എന്നുള്ളത് മാത്രമാണ് ഇക്കാര്യത്തിൽ നിലവിൽ ഇപ്പോൾ വിലയിരുത്തുന്ന കാര്യം. അതായത് അപകടകരമായ ചില വസ്തുക്കളാണ് ഇങ്ങനെ കാർഗോയായി കടലിൽ ഇപ്പോൾ കണ്ടെത്തിയത് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്നുള്ള വിവരം അനുസരിച്ച് കൊച്ചിയിൽ നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ കപ്പൽ ചരിഞ്ഞതായും കപ്പലിൽ നിന്ന് കുറച്ച് കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണതായും വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ അറിയിക്കുന്നതനുസരിച്ച് ചില അടിയന്തര അതല്ലെങ്കിൽ ചില ഈ പ്രാധാന്യമുള്ള ചില എണ്ണകളാകാനുള്ള സാധ്യത അത് തള്ളിക്കളയുന്നില്ല ദുരന്ത നിവാരണ അതോറിറ്റി. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിൽ തീരദേശത്ത് ഇത്തരം വസ്തുക്കൾ അടിയുകയാണെങ്കിൽ ഒരു കാരണവശാലും ഇതിനകത്ത് തുടരുത്, സ്പർശിക്കരുത് എന്നുള്ള അറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, തീരത്തടിയുന്ന ഇത്തരം വസ്തുക്കൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ അതല്ലെങ്കിൽ 112 എന്ന നമ്പറിലേക്കോ അടിയന്തരമായി വിവരം അറിയിക്കണം എന്നുള്ള കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി ഔദ്യോഗിക അറിയിപ്പായി നൽകുന്നുണ്ട്. കോസ്റ്റ് ഗാർഡ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടമെന്നോണം ദുരന്ത നിവാരണ അതോറിറ്റി സ്വീകരിക്കുന്ന ഒരു സ്റ്റെപ്പ്, ഒരു പ്രിക്കോഷൻ ആണ് ഇത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കൊച്ചിയിൽ നിന്ന് നമുക്ക് സ്ഥിരീകരിച്ച വിവരം ലഭിക്കുന്നുണ്ട്. അതായത് ഈ കൊച്ചിയിൽ നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ ഒരു കപ്പൽ ചരിഞ്ഞു. ആ കപ്പലിൽ ഉള്ള കണ്ടെയ്നർ വെസലുകളിൽ ഡേഞ്ചറസ് സ്വഭാവത്തിൽ അത് മാത്രമാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി പങ്കുവയ്ക്കുന്ന കാര്യം. അതായത് ഇച്ചിരി അപകടകരമായ രീതിയിലുള്ള വസ്തുക്കളാകാൻ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു തരത്തിലും പൊതുജനങ്ങൾ സ്പർശിക്കരുത്, തീരദേശത്തുള്ള ആളുകൾ ഇക്കാര്യത്തിൽ പ്രത്യേക ജാഗ്രത പുലർത്തണം എന്നതടക്കമുള്ള നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 10 മിനിറ്റ് മുൻപാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഔദ്യോഗിക അറിയിപ്പായി ഈ വിവരം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നതിന്റെ ഒരു ചിത്രം കൂടി ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിടുന്നുണ്ട്. ഏതായാലും ഈ സാഹചര്യത്തിൽ തീരദേശത്തുള്ള ആളുകൾ പ്രത്യേക ജാഗ്രത ഈ വിഷയത്തിൽ പുലർത്തണം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഈ വലിയ വെസലുകൾ തന്നെയാണ്, വലിയ കണ്ടെയ്നറുകൾ തന്നെയാണ് നമുക്ക് ആ കടലിലുള്ള ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്ന ഒരു ഏരിയൽ ചിത്രമായി ദുരന്ത നിവാരണ അതോറിറ്റി പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ചധികം ഗുഡ്സുകൾ ഉണ്ട്. ആ കുറച്ചധികം ഗുഡ്സുകളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള കെമിക്കലുകൾ ഉണ്ടോ, അതല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കാർഗോ ഉണ്ടോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് ഇപ്പോഴും ഈ ഘട്ടത്തിൽ ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. അല്പസമയത്തിനുള്ളിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രതികരണം നമുക്ക് ലഭിക്കും. മാത്രവുമല്ല, ആദ്യഘട്ട അറിയിപ്പ് എന്ന രീതിയിൽ മാത്രമാണ് നമുക്ക് ഈ വിവരങ്ങൾ ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി പങ്കുവച്ചിട്ടുള്ളത്. അവർ ആവർത്തിച്ച് പറയുന്നു, പൊതുജനങ്ങൾ, തീരദേശത്തുള്ള ജനങ്ങൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണം, ഒരു തരത്തിലും ഇത്തരം വസ്തുക്കളിൽ സ്പർശിക്കരുത് എന്ന് ആവർത്തിച്ച് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുമുണ്ട്. ഉന്മേഷ്, ഇത് എന്ത് വസ്തുവാണ് എന്നുള്ളതിലടക്കം വ്യക്തത വരേണ്ടതുണ്ടല്ലോ. ഏതായാലും അപകടകരമായ വസ്തു എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇപ്പോൾ നൽകുന്നുണ്ട്. ഇത് കൊച്ചിയിൽ നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ എന്ന് പറയുമ്പോൾ അത് ഏതു ഭാഗത്താണ്? ഒരുപക്ഷെ ഇത് ഒഴുകിയെത്താൻ സാധ്യതയുള്ളത് ഏത് തീരത്തേക്കാണ്? അങ്ങനെ ഈ മുന്നറിയിപ്പിൽ മറ്റെന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്, ഷഫീദ്? ഉന്മേഷ, ഒരു വിവരം കൂടി ഇപ്പോൾ നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നുണ്ട്. അതായത് ഓയിൽ ഓൺ ബോർഡ് BLSFO ആ രീതിയിൽ ഒരു കപ്പലിന്റെ വിവരം കൂടി ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി പങ്കുവയ്ക്കുന്നുണ്ട്. ഇതൊരു കപ്പലാണ്, അതൊരു ഓയിൽ കപ്പലാണ്, ഓയിൽ കാർഗോ മെയിൻ്റെനൻസ് നടത്തുന്ന ഒരു കപ്പലാണ് എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, അതിൽ പല സ്വഭാവത്തിലുള്ള ഓയിൽ ഉണ്ടാകും. അതിൽ റെസ്ട്രിക്റ്റഡ് ഓയിൽസ് അതല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ഐറ്റംസ് ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. നമുക്കറിയാം, ആധികാരികമായി നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. അല്പസമയത്തിനുള്ളിൽ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് ഔദ്യോഗികമായ അവരുടെ പ്രതികരണം ഉണ്ടാകും. നിലവിൽ ഇപ്പോൾ അവർ നമ്മളോട് പങ്കുവച്ച വിവരം ഇത്ര മാത്രമാണ്. അതായത് അറബിക്കടലിൽ കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ അറിയിച്ചതുപോലെ കൊച്ചിയിൽ നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ കപ്പൽ മറിഞ്ഞു എന്നുള്ള വിവരം ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നില്ല. പക്ഷേ ചില കാർഗോ കണ്ടെയ്നേഴ്സ് കാണപ്പെട്ടു. ആ കാർഗോ കണ്ടെയ്നേഴ്സിൽ ഡേഞ്ചറസ് ഗുഡ്സ് ഉണ്ട് എന്നുള്ള വിവരം കോസ്റ്റ് ഗാർഡ്
ദുരന്ത നിവാരണ അതോറിറ്റിയെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തീരത്തെ കടിയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തീരത്തെ കടിയുകയാണെങ്കിൽ ഈ വസ്തുക്കളിൽ സ്പർശിക്കരുത് എന്ന കാര്യം അവർ പറയുന്നു. അതിനപ്പുറത്തേക്ക് അങ്ങനെ വസ്തുക്കൾ കടലിൽ ദൂരെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അടിയന്തരമായി തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ 112 എന്ന നമ്പറിലേക്കോ വിളിച്ച വിവരം അറിയിക്കണം. പൊതുജനങ്ങൾ ഇക്കാര്യത്തിൽ ഒരു പ്രത്യേക ഇനിഷ്യേറ്റീവ് എടുക്കണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി ഔദ്യോഗികമായി നമ്മളെ അറിയിച്ചിട്ടുള്ളത്.